1970-കളിലെ മലയാള സിനിമയെക്കുറിച്ച് പറയുമ്പോൾ പ്രേം നസീർ, ഷീല, ജയഭാരതി, മധു തുടങ്ങിയ പേരുകൾക്കൊപ്പം അനിവാര്യമായി ഓർമ്മയിലെത്തുന്ന മറ്റൊരു പേരുണ്ട്: വിജയശ്രീ. വളരെ ചെറിയൊരു കാലം മാത്രമാണ് അവർ സിനിമയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആ ചെറിയ കാലയളവിൽ തന്നെ അവർ നേടിയ ജനപ്രീതി അസാധാരണമായിരുന്നു. ഇന്നും പഴയ സിനിമകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിജയശ്രീയുടെ പേരും അവരുടെ മനോഹരമായ പുഞ്ചിരിയും മലയാളികളുടെ മനസ്സിൽ തെളിഞ്ഞു വരും. പക്ഷെ ഈ ജനപ്രീതി ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. അതിനു പിന്നിൽ ഒരു സാധാരണ മലയാളി കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയുടെ യാത്രയുണ്ട്. കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് വിജയശ്രീ ജനിച്ചത്. അച്ഛൻ വാസുപിള്ള, അമ്മ വിജയമ്മ. അന്നത്തെ കാലത്തെ സിനിമയിലേക്കുള്ള പ്രവേശനം ഇന്നത്തെ പോലെ എളുപ്പമായിരുന്നില്ല. പ്രത്യേകിച്ചൊരു പെൺകുട്ടി സിനിമയിൽ അഭിനയിക്കണമെന്നത് പല കുടുംബങ്ങൾക്കും ആശങ്കയുണ്ടാക്കുന്ന കാര്യമായിരുന്നു. എന്നിരുന്നാലും വിധി വിജയശ്രീയെ മറ്റൊരു വഴിയിലേക്കാണ് കൊണ്ടുപോയത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ ക്യാമറയ്ക്ക് മുന്നിലെത്തി. 1966-ൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രം ചിത്തിയിലൂടെയായിരുന്നു അവരുടെ സിനിമാ പ്രവേശം. അന്നവർ നായികയല്ലായിരുന്നു, പക്ഷേ സിനിമാ ലോകം അവരെ ശ്രദ്ധിച്ചു തുടങ്ങി. ക്യാമറയ്ക്ക് മുന്നിൽ സ്വാഭാവികമായി നിൽക്കാനുള്ള കഴിവും മുഖത്തെ ആ പ്രത്യേക പ്രസന്നതയും പല സംവിധായകരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. 3 വർഷങ്ങൾക്കു ശേഷം 1969-ൽ മലയാള സിനിമയും വിജയശ്രീയെ സ്വീകരിച്ചു. സംവിധായകൻ തിക്കുറിശ്ശി സുകുമാരൻ നായർ ഒരുക്കിയ പൂജാപുഷ്പം എന്ന ചിത്രത്തിലൂടെയായിരുന്നു മലയാളത്തിലെ അരങ്ങേറ്റം. ആദ്യ മലയാള ചിത്രത്തിൽ തന്നെ അന്നത്തെ ഏറ്റവും ജനപ്രിയ നായികയായിരുന്ന ഷീലയോടൊപ്പം അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചു. ഒരു പുതുമുഖ നടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തുടക്കമായിരുന്നു. തിക്കുറിശ്ശി പിന്നീട് സംവിധാനം ചെയ്ത ആകെ 6 സിനിമകളിൽ 3-ലും വിജയശ്രീ അഭിനയിച്ചു എന്നതും ശ്രദ്ധേയമാണ്. അതിലൂടെ അവരുടെ കഴിവിൽ സംവിധായകർക്കുണ്ടായിരുന്ന വിശ്വാസം മനസ്സിലാക്കാം. ആദ്യ ചിത്രങ്ങൾക്കു ശേഷം വിജയശ്രീയെക്കുറിച്ച് ആളുകൾ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. അതിനൊരു പ്രധാന കാരണം അവരുടെ സൗന്ദര്യമായിരുന്നു. അക്കാലത്ത് സിനിമാ മാസികകളിലും ആരാധകരുടെ കത്തുകളിലും വിജയശ്രീയുടെ ചിത്രങ്ങൾ പതിവായി പ്രത്യക്ഷപ്പെട്ടു. അവരുടെ പുഞ്ചിരിയും ക്യാമറയ്ക്ക് മുന്നിലെ ആത്മവിശ്വാസവും പ്രേക്ഷകരെ ആകർഷിച്ചു. എന്നാൽ വിജയശ്രീയെ വെറും സൗന്ദര്യത്തിന്റെ പേരിൽ മാത്രം ഓർക്കുന്നത് നീതിയാകില്ല. അവർക്ക് അഭിനയിക്കാനും അറിയാമായിരുന്നു. വലിയ സംഭാഷണങ്ങളോ അതിരുകടന്ന പ്രകടനങ്ങളോ ഇല്ലാതെ കഥാപാത്രത്തിന് അനുയോജ്യമായ സ്വാഭാവിക അഭിനയ ശൈലിയായിരുന്നു വിജയശ്രീയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ സംവിധായകർ വീണ്ടും വീണ്ടും അവരെ തേടി. അക്കാലത്ത് മലയാള സിനിമയിൽ പുതിയ നായികമാർ എത്തുന്നുണ്ടായിരുന്നു. ജയഭാരതി ഇതിനകം ശ്രദ്ധ നേടിയിരുന്നു. ഷീല തന്റെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള ശക്തമായ മത്സരത്തിനിടയിലും വിജയശ്രീ വളരെ വേഗത്തിൽ സ്വന്തം ഇടം കണ്ടെത്തി. ഓരോ സിനിമ കഴിയുമ്പോഴും പുതിയ അവസരങ്ങൾ അവരെ തേടിയെത്തി. മലയാളത്തിൽ മാത്രമല്ല, തമിഴ് സിനിമയിലും തെലുങ്ക് സിനിമയിലും കന്നഡ സിനിമയിലും അവർ അഭിനയിച്ചു. അവിടെ കൂടുതലും സഹനായിക വേഷങ്ങളായിരുന്നെങ്കിൽ അങ്ങനെ ഒരു പുതുമുഖ നടിയിൽ നിന്ന് പ്രേക്ഷകർ കാത്തിരിക്കുന്ന നായികയിലേക്കുള്ള മാറ്റം വളരെ വേഗത്തിൽ സംഭവിച്ചു. പക്ഷേ വിജയശ്രീയുടെ സിനിമാ ജീവിതത്തെ ശരിക്കും മാറ്റിമറിച്ചത് ഇനിയും സംഭവിച്ചിരുന്നില്ല. മലയാള സിനിമയുടെ എക്കാലത്തെയും ജനപ്രിയ നായകനായ പ്രേം നസീറിനൊപ്പം അവർ ഒന്നിക്കുന്ന നിമിഷം അവരുടെ കാരിയറിൽ പുതിയൊരു വഴിത്തിരിവൊരുക്കുകയായിരുന്നു. ആ കൂട്ടുകെട്ട് പിന്നീട് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വിജയകരമായ താരജോഡികളിൽ ഒന്നായി മാറും. മലയാള സിനിമയിൽ ചില താരജോഡികൾ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ജീവിക്കുന്നു. സത്യൻ ഷീല, ജയൻ സീമ. ആ കൂട്ടത്തിൽ ഒരു കാലത്ത് ബോക്സ് ഓഫീസിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മറ്റൊരു ജോഡി ഉണ്ടായിരുന്നു: പ്രേം നസീറും വിജയശ്രീയും. 1970-കളുടെ തുടക്കത്തിൽ ഈ 2 പേരുകൾ ഒരുമിച്ചൊരു സിനിമയുടെ പോസ്റ്ററിൽ വന്നാൽ ആ ചിത്രത്തിന് പ്രേക്ഷകരുടെ ശ്രദ്ധ ഉറപ്പായിരുന്നു. അത് വെറും താരമൂല്യം കൊണ്ട് മാത്രമായിരുന്നില്ല. ഇരുവരും സ്ക്രീനിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന സ്വാഭാവികമായ കെമിസ്ട്രി തന്നെയായിരുന്നു ആ വിജയത്തിന് ഏറ്റവും വലിയ കാരണം. ഒരു പ്രണയരംഗമായാലും ഒരു ഗാനരംഗമായാലും അല്ലെങ്കിൽ വികാരനിർഭരമായ ഒരു സംഭാഷണമായാലും അവരുടെ പ്രകടനങ്ങൾ പ്രേക്ഷകർക്ക് വളരെ സ്വാഭാവികമായി അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ സംവിധായകരും നിർമ്മാതാക്കളും വീണ്ടും വീണ്ടും ഈ കൂട്ടുകെട്ടിനെ വിശ്വസിച്ചു. ആ വിശ്വാസം ഒരിക്കലും തെറ്റിയില്ല. ലങ്കാദഹനം, പോസ്റ്റ്മാനെ കാണുവാനില്ല, ടാക്സിക്കാർ, മറവിൽ തിരിവ് സൂക്ഷിക്കുക, ആരോമലുണ്ണി, പച്ചനോട്ടുകൾ, പൊന്നാപുരം കോട്ട, അങ്കത്തട്ട്, അങ്ങനെ തുടർച്ചയായി നിരവധി സിനിമകൾ വൻ വിജയങ്ങളായി. മലയാള സിനിമയിലെ മുതിർന്ന സ്റ്റിൽ ഫോട്ടോഗ്രാഫറായ ആർ ഗോപാലകൃഷ്ണൻ പിന്നീട് ഒരിക്കൽ പറഞ്ഞ ഒരു വാക്ക് ഈ വിജയത്തിന്റെ തെളിവാണ്: പ്രേം നസീർ വിജയശ്രീ കൂട്ടുകെട്ടിൽ പരാജയപ്പെട്ട ഒരു സിനിമ പോലും എൻ്റെ ഓർമ്മയിലില്ല. ആ വാക്കുകൾ അതിശയോക്തിയല്ല. കാരണം അക്കാലത്തെ സിനിമാ മാസികകൾ നോക്കിയാലും പഴയ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പരിശോധിച്ചാലും വിജയശ്രീ അഭിനയിച്ച ചിത്രങ്ങളിൽ വലിയൊരു ശതമാനവും പ്രേക്ഷകർ സ്വീകരിച്ചവയായിരുന്നു.
ആ കാലഘട്ടത്തിൽ സംവിധായകൻ കുഞ്ചാക്കോ ഒരുക്കിയ നിരവധി ചിത്രങ്ങളിലും വിജയശ്രീ സ്ഥിര സാന്നിധ്യമായി. ജനപ്രിയ സിനിമകൾ ഒരുക്കുന്നതിൽ കുഞ്ചാക്കോയ്ക്കുണ്ടായിരുന്ന മികവും അതിൽ വിജയശ്രീയുടെ സാന്നിധ്യവും ചേർന്നപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സിനിമകൾ പിറന്നു. ഇതിനിടയിൽ വിജയശ്രീ മലയാളത്തിൽ മാത്രം ഒതുങ്ങിയില്ല, തമിഴ് സിനിമയിലും അവർ സജീവമായി. സഹനായിക വേഷങ്ങളായിരുന്നെങ്കിലും അന്നത്തെ തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളായ ശിവാജി ഗണേശൻ, ജമിനി ഗണേശൻ, MGR എന്നിവർക്കൊപ്പം അഭിനയിക്കാൻ അവർക്ക് അവസരം ലഭിച്ചു. ബാബു, ദൈവമകൻ, അതേ കൺകൾ, കുലവിളക്ക് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അവർ തമിഴ് പ്രേക്ഷകർക്കും സുപരിചിതയായി. പക്ഷെ മലയാള സിനിമയിലായിരുന്നു വിജയശ്രീയുടെ യഥാർത്ഥ ജനപ്രീതി. അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും ആദ്യം പറയുന്നത് അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ്. എന്നാൽ സിനിമയിൽ ഇത്രയും കാലം നിലനിൽക്കാൻ സൗന്ദര്യം മാത്രം പോരാ, ക്യാമറയ്ക്ക് മുന്നിൽ കഥാപാത്രത്തെ വിശ്വസിപ്പിക്കാനുള്ള കഴിവും വേണം. വിജയശ്രീക്ക് അതുണ്ടായിരുന്നു. സംവിധായകൻ ഭരതൻ ഒരിക്കൽ തന്റെ സഹപ്രവർത്തകനായ ജയരാജിനോട് പറഞ്ഞതായി പിന്നീട് ഓർമ്മപ്പെടുത്തുന്ന ഒരു വാചകമുണ്ട്: ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും സുന്ദരിയായ സ്ത്രീ വിജയശ്രീയാണ്. അതേസമയം സംവിധായകൻ ജയരാജ് വിജയശ്രീയെ വിശേഷിപ്പിച്ചത് മറ്റൊരു രീതിയിലായിരുന്നു: മലയാളത്തിന്റെ മെർലിൻ മൺറോ. ആ വിശേഷണത്തിന് പിന്നിൽ സൗന്ദര്യം മാത്രമല്ല ഉണ്ടായിരുന്നത്, വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അവർ സൃഷ്ടിച്ച ജനപ്രീതിയും ഉണ്ടായിരുന്നു. അക്കാലത്ത് വിജയശ്രീയുടെ ചിത്രങ്ങൾ സിനിമാ മാസികകളുടെ മുഖചിത്രമായി പതിവായി എത്തുമായിരുന്നു. അവരുടെ പുതിയ സിനിമകളെക്കുറിച്ചുള്ള വാർത്തകൾ ആരാധകർ ആകാംക്ഷയോടെ വായിക്കുമായിരുന്നു. എന്നാൽ സിനിമയുടെ തിളക്കത്തിനപ്പുറം വിജയശ്രീയെ അടുത്തറിയുന്നവർ പറയുന്ന മറ്റൊരു മുഖവുമുണ്ട്. വളരെ ലളിതമായി പെരുമാറുന്ന ഒരാളായിരുന്നു അവർ. കുട്ടികളെ അവർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഷൂട്ടിംഗ് സ്ഥലങ്ങളിലോ യാത്രകളിലോ കുട്ടികളെ കണ്ടാൽ മിഠായികളോ ചെറിയ സമ്മാനങ്ങളോ വാങ്ങി നൽകുന്ന ശീലമുണ്ടായിരുന്നുവെന്ന് പലരും പിന്നീട് ഓർമ്മിച്ചിട്ടുണ്ട്. സിനിമയിലെ വലിയ താരമായിരുന്നിട്ടും ജീവിതത്തിൽ ആ ലാളിത്യമാണ് വിജയശ്രീയുടെ പ്രത്യേകതയെന്ന് സഹപ്രവർത്തകർ പറയാറുണ്ട്. അതിനിടയിൽ അവരുടെ കരിയറും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുകയായിരുന്നു. ഓരോ പുതിയ സിനിമയും വിജയശ്രീയുടെ താരമൂല്യം വർദ്ധിപ്പിച്ചു. അവരെ കേന്ദ്ര കഥാപാത്രമാക്കി കൂടുതൽ സിനിമകൾ ആലോചിക്കപ്പെട്ടു. ഭാവിയിൽ മലയാള സിനിമയിലെ ഏറ്റവും വലിയ നായികമാരിൽ ഒരാളായി വിജയശ്രീ മാറുമെന്നായിരുന്നു പലരുടെയും വിലയിരുത്തൽ. 1974 എത്തിയപ്പോൾ വിജയശ്രീയുടെ കരിയർ അതിന്റെ ഏറ്റവും മികച്ച ഘട്ടത്തിലായിരുന്നു. മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളായി അവർ ഇതിനകം മാറിക്കഴിഞ്ഞിരുന്നു. പുതിയ സിനിമകൾ തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരുന്നു. പ്രേക്ഷകർ അവരുടെ ചിത്രങ്ങൾ ഏറ്റെടുക്കുകയും നിർമ്മാതാക്കൾ വിജയശ്രീയുടെ തീയതിക്കായി കാത്തിരിക്കുകയും ചെയ്തിരുന്ന കാലം. ഇത്രയും വേഗത്തിൽ ജനപ്രീതി നേടിയ നടിമാർ മലയാളത്തിൽ വളരെ വിരളമാണ്. എന്നാൽ ജീവിതം പലപ്പോഴും ഏറ്റവും മനോഹരമായി തോന്നുന്ന സമയത്താണ് അപ്രതീക്ഷിതമായ വഴിത്തിരിവുകൾ സമ്മാനിക്കുന്നത്. 1974 മാർച്ച് 17 അന്ന് മലയാള സിനിമയെ ഞെട്ടിച്ച വാർത്ത പുറത്തു വന്നു: വിജയശ്രീ അന്തരിച്ചു. പ്രായം വെറും 21 വയസ്സ്. ആ വാർത്ത വിശ്വസിക്കാൻ പലർക്കും കഴിഞ്ഞില്ല. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ പുതിയ സിനിമകളുടെ തിരക്കിലായിരുന്ന ഒരു നടിയെക്കുറിച്ചാണ് ആളുകൾ സംസാരിച്ചിരുന്നത്. ഔദ്യോഗികമായി അവരുടെ മരണം ആത്മഹത്യയായാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ പിന്നീട് ആ മരണത്തെ ചുറ്റിപ്പറ്റി നിരവധി ചോദ്യങ്ങൾ ഉയർന്നു. പല അഭ്യൂഹങ്ങളും പ്രചരിച്ചു. ചിലർ അത് ആത്മഹത്യയല്ലെന്ന് അഭിപ്രായപ്പെട്ടു. മറ്റു ചിലർ ഔദ്യോഗിക അന്വേഷണത്തിന്റെ നിഗമനമാണ് ശരിയെന്ന് വിശ്വസിച്ചു. ഇന്നും ആ വിഷയത്തെക്കുറിച്ച് പലവിധ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വിജയശ്രീയുടെ മരണത്തിന് ശേഷം മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടബോധമുണ്ടായി. കാരണം അവരിൽ നിന്ന് ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു സമയമായിരുന്നു അത്. അവർ ജീവിച്ചിരുന്നെങ്കിൽ പ്രേം നസീറിനൊപ്പമുള്ള കൂടുതൽ സിനിമകൾ ഉണ്ടായേനെ. മലയാള സിനിമയിലെ അടുത്ത ദശകത്തിലും അവർ മുൻനിര നായികയായി തുടർന്നേനെ എന്ന് പലരും പിന്നീട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നടൻ രാഘവൻ വിജയശ്രീയെപ്പറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്: അവർ അതീവ സുന്ദരിയായിരുന്നു, പക്ഷേ അതോടൊപ്പം കഴിവുള്ള ഒരു അഭിനേത്രി കൂടിയായിരുന്നു. ആ ഒരു വാചകം തന്നെ വിജയശ്രീയെ ഏറ്റവും കൃത്യമായി വിശേഷിപ്പിക്കുന്നതായിരുന്നു. കാരണം കാലം കടന്നുപോയിട്ടും ആളുകൾ അവരുടെ സൗന്ദര്യത്തെ മാത്രമല്ല അഭിനയത്തെയും ഓർക്കുന്നു. ഇന്ന് വിജയശ്രീ അഭിനയിച്ച സിനിമകൾ കാണുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം: അവരുടെ അഭിനയത്തിൽ കൃത്രിമത്വം വളരെ കുറവാണ്. ചിരി സ്വാഭാവികം, സംഭാഷണങ്ങൾ ലളിതം, മുഖഭാവങ്ങൾ നിയന്ത്രിതം. അതുകൊണ്ട് തന്നെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവരുടെ കഥാപാത്രങ്ങൾക്ക് പഴക്കമില്ലെന്ന് തോന്നുന്നു. വെറും 8 വർഷത്തോളം മാത്രമാണ് വിജയശ്രീ സിനിമയിൽ സജീവമായിരുന്നത്. ആ കാലയളവിൽ അവർ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഉൾപ്പെടെ വിവിധ ഭാഷകളിലായി നിരവധി സിനിമകൾ അഭിനയിച്ചു. അതിലേറെ പ്രധാനപ്പെട്ടത് അവർ പ്രേക്ഷകരുടെ മനസ്സിൽ നേടിയ സ്ഥാനമാണ്. ഇന്നും പഴയ സിനിമകളെക്കുറിച്ചുള്ള ചർച്ചകളിൽ വിജയശ്രീയുടെ പേര് ഒഴിവാക്കാറില്ല. അവരുടെ ഗാനങ്ങൾ ടെലിവിഷനിൽ വരുമ്പോഴും പഴയ സിനിമകൾ വീണ്ടും കാണുമ്പോഴും ഒരു തലമുറ ഇന്നും അവരെ ഓർക്കുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ചില താരങ്ങൾ അവരുടെ ദീർഘകാല കരിയർ കൊണ്ടാണ് ഓർമ്മിക്കപ്പെടുന്നത്. ചിലർ വളരെ ചെറിയ കാലം കൊണ്ട് വലിയ സ്വാധീനം ചെലുത്തിയതിനാലും.
വിജയശ്രീ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു അപൂർവ നായികയാണ്. വെറും 21 വർഷം മാത്രം നീണ്ട ജീവിതം. എന്നാൽ അതിനുള്ളിൽ മലയാള സിനിമാ ചരിത്രത്തിൽ ഒരിക്കലും മായാത്തൊരു പേർ അവർ എഴുതി ചേർത്തു. അതുകൊണ്ടാവണം ഇന്നും പഴയ സിനിമകളെ സ്നേഹിക്കുന്നവർ വിജയശ്രീയെക്കുറിച്ച് പറയുമ്പോൾ ഒരു നടിയെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്. മലയാള സിനിമയുടെ സുവർണകാലത്ത് വളരെ വേഗത്തിൽ തിളങ്ങി, അതുപോലെ തന്നെ വളരെ വേഗത്തിൽ അസ്തമിച്ച ഒരു നക്ഷത്രത്തെക്കുറിച്ചാണ്. വിജയശ്രീക്ക് ശേഷം മലയാള സിനിമയിൽ ഒരുപാട് നായികമാർ വന്നുപോയി. പക്ഷേ ഇന്നും ആ 21 വയസ്സിന്റെ ചെറുപ്പവുമായി വിജയശ്രീ ജ്വലിച്ചു തന്നെ നിൽക്കുന്നു.